Udah punya. ഇന്ന് നന്നായി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. കാരണം ഇന്ന് പോകുന്നത് ഒരു പ്രത്യേക സ്ഥലമാണ്. നല്ല എനർജി വേണം നമുക്ക്. ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കാണേണ്ട പ്ലേസുകളിൽ ഒന്നാണ് നൊങ്നോച്ച് വില്ലേജ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വണ്ടി വന്നു കേട്ടോ. ഒരു കിടിലൻ ഹോണ്ട സിറ്റിയിൽ ഒരു പെൺകുട്ടി വന്നിറങ്ങി. അവരാണ് ഡ്രൈവർ കേട്ടോ. അവർ ഗൈഡും കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുപോകുന്നത് നൊങ്നോച്ച് വില്ലേജിലോട്ടാണ്. കാണേണ്ട ഒരു കാഴ്ചയാണ് അവിടെയുള്ളത്. എന്തായാലും അവിടുത്തെ പോകുന്ന വഴിക്ക് തന്നെ ഉള്ള കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് അവിടുത്തെ കാഴ്ചകളിലോട്ടും പോകാം. അപ്പോൾ ഈ കുട്ടിയുടെ തന്നെയാണ് കേട്ടോ, സ്വന്തമായിട്ട് വാങ്ങിച്ച വണ്ടിയാണ്. എന്നിട്ട് അവർ റെൻ്റലായിട്ട് ഓടുന്നു. അതായത് പാർട്ട് ടൈം ജോലി പോലെയാണ് തുടങ്ങിയെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പാർട്ട് ടൈം ആണെങ്കിൽ ഇവർ സ്ഥിരമായിട്ട് നടത്താം കേട്ടോ. ഓരോരുത്തർക്കും അവർക്ക് സ്വന്തമായിട്ടുള്ള വണ്ടിയുണ്ട്. അവർ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കേട്ടോ. ടൂറിസത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത്. പിന്നെ ഈ കാണുന്ന എല്ലാം പട്ടായിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റും ബാക്കി കാഴ്ചകളൊക്കെയാണ്. അതെന്തായാലും തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നേരെ പോകുന്നത് ആ വില്ലേജിലോട്ടാണ്. കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒട്ടനവധി പേർക്കും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നൊങ്നോച്ച് വില്ലേജിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ കയറിയിട്ട് ഇതാ എൻട്രൻസിൽ കയറിയിരിക്കുന്നത്. 600 ഏക്കറിനധികം വിസ്തീർണമുള്ള ഒരു പ്രദേശമാണ്. അതിലോട്ടാണ് നമ്മളിങ്ങനെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളൊക്കെ അകത്ത് ചെന്നിട്ട് കാണിച്ചു തരാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കാട്ടാനക്കൂട്ടത്തിന് പിന്നെ കുറേ ഫ്രൂട്ട്സുകളുടെയും ഒരു ശില്പങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടുന്ന് അവിടെ കുറച്ചും കൂടി പോയിട്ട് വേണം നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഈ സൈഡിലോട്ട് വരണം. അതിനകത്ത് ബസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞ്, അതുകൂടാതെ തന്നെ നമ്മുടെ കാറൊന്നും കൊണ്ടുപോയാൽ അവിടെ ഉള്ളിൽ കയറ്റില്ല കേട്ടോ. പുറത്ത് ഈ കാണുന്ന വിശാലമായ പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്യണം. അകത്ത് കുറേ രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എത്ര വലിയ സ്ഥലം നോക്കി, ഒരു എയർപോർട്ട് പോലെയുണ്ട്. പക്ഷേ ഇതൊരു പാർക്കാണ് കേട്ടോ. പാർക്ക് പറഞ്ഞാൽ എക്സിബിഷൻ പാർക്കാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ടാണ് വേൾഡിലെ ബെസ്റ്റാണ് ഇത്. അപ്പോൾ വരുന്ന എല്ലാവരും, തായ്ലാൻഡ് വരുന്ന എല്ലാവരും ഇതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളങ്ങനെ കയറി ചെന്ന് ടിക്കറ്റ് എടുക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ഗൈഡ് പോയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ. എന്താ ഇവിടെ കാണുന്ന ക്യൂവിൽ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ നിന്ന് ആ സമയം നമുക്ക് ഫോട്ടോ എടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുട്ടികൾക്കും റെക്രിയേഷൻ ആക്ടിവിറ്റീസ് അവർക്ക് പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഡൈനോസറൊക്കെ എന്ത് ഒറിജിനാലിറ്റിയാണ്. ഇനി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഡൈനോസറിൻ്റെ വേൾഡ് തന്നെയുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് ഇരുന്ന് കാണുക കേട്ടോ. ഇന്നധികം തിരക്കില്ല കേട്ടോ. ഇവിടെ സാധാരണ നല്ല തിരക്കുണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും അത്ഭുതപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ എൻട്രൻസിൽ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് കണ്ടില്ലേ, വലിയൊരു അക്വേറിയമാണ്. ശരിക്കും റിയലിസ്റ്റിക് ഗ്ലോബ് പോലെയുള്ള ഒരു അക്വേറിയം. ഫുള്ള് സ്ക്രീനാണ്. സ്ക്രീനിൻ്റെ ചുറ്റും നിന്ന് ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഒരു 3D വ്യൂവിൽ നമ്മൾ കാണുന്ന കാഴ്ച പോലെയുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ, കുട്ടി ഡൈനോസറും ചെറിയ ഗെയിമുകളും സ്നാക്സ് സെൻറ്ററും എല്ലാം കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ആകർഷിക്കാൻ വേണ്ട കാഴ്ചകൾ ആദ്യം തന്നെയുണ്ട്. ഇതൊരു പ്രൈവറ്റ് പാർക്കാണ് കേട്ടോ. പ്രൈവറ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് നൊങ്നോച്ച്. 1954 നൊങ്നോച്ച് ദമ്പതിമാർ 1500 ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ പടിപടിയായിട്ട് ഓരോരോ ഘട്ടമായിട്ടാണ് ഈ പാർക്കിനെ വികസിപ്പിച്ചെടുത്ത്. അങ്ങനെ ഇന്ന് കാണുന്ന ഒരു 600 ഏക്കറിൽ പടർന്നു കിടക്കുന്ന വലിയൊരു ബൊട്ടാനിക്കൽ ഗാർഡനായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. നാട്ടിൽ 1500 രൂപയ്ക്ക് മേലെ ഉണ്ട് ഈ ടിക്കറ്റ് റേറ്റ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞു. ഇനി കയറിയിട്ട് ആദ്യം തന്നെ കാണുന്നത് കുറേ ചെടികളുള്ള ഒരു പാർക്കാണ്. ദേ കാണുന്നത് കണ്ടോ, വലിയൊരു വണ്ടി. എൻ്റെ അമ്മ എന്ത് ഭംഗിയാണ്. ഇതൊക്കെ ഞാൻ ഡിസ്കവറി ചാനലിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങനെ കാണുന്ന വണ്ടികളാണ്. ഇതെന്താ, ടയറൊക്കെ നല്ല സൈസാണ് കേട്ടോ. ഇത് സാമുറായി ജിപ്സിയുടെ ഇവിടുത്തെ വേർഷനാണ് കേട്ടോ. സാമുറായി വേൾഡിൽ മൊത്തം ഇറങ്ങിയത് ജിപ്സി ഈ ഒരു ടൈപ്പിലാണ്. പക്ഷേ അതിൻ്റെ ലിഫ്റ്റ് ചെയ്ത നല്ല അടിപൊളി വണ്ടി. ഇത് പിന്നെ ഒരു ആംബുലൻസ് പോലത്തെ, ആംബുലൻസ് അല്ല, കാരവാനാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറേ റെസ്ക്യൂ വെഹിക്കിൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും കൊള്ളാം. കാരണം ഇതിൻ്റെ ഓണർ ഇതിൻ്റെ ഒരു കളക്ഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വെഹിക്കിൾസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അതുകൊണ്ടാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കണമെങ്കിൽ നിറയെ ഹാങ്ങിങ്ങും അതുപോലെ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ അതോടെ ഉള്ളിൽ കാക്ടസ് ഒക്കെ ചെടികളുണ്ട് കേട്ടോ. വലിയ കാക്ടസ് ചെടികളാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പതിയെ അകത്ത് പോയി കാണാം. ഇപ്പോൾ പുറത്തു നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ ആദ്യം ഒന്നും കൂടി കാണട്ടെ.
നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കള്ളിമുൾ ചെടികൾ തന്നെയാണ്. പക്ഷെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്നേ വരെ കാണാത്ത രീതിക്കാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്, എല്ലാവരും ആകർഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് തരം കാക്ടസ് ചെടികളും ഇവിടെയുണ്ട് കേട്ടോ. മേൽക്കൂരയെല്ലാം ഒരു ഷീറ്റിട്ട വലിയൊരു ഹാളിലാണ് ഈ കാക്ടസിൻ്റെ സെറ്റപ്പുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ, ഓരോ കാക്ടസും നല്ല പൊക്കമാണ്, വല്ല പന പോലെയുണ്ട് ഓരോ കാക്ടസും. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കുറേ ഗാർഡൻസും ബാക്കിയുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടത്. ഈ സൈഡിലായിട്ട് കുറേ ആനകളെ ആനക്കൊട്ടിൽ എന്നൊക്കെ പറയില്ലേ എന്ന പോലെ ഒരു റൂമിനകത്ത് ഇഷ്ടം പോലെ ആനകളാണ്. ആനകൾക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു സന്ദർഭം ഒരുക്കി കൊടുക്കണം കേട്ടോ. അവർക്ക് അതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആനയ്ക്കുള്ള ഫീഡ് നമ്മുടെ കയ്യിൽ തരും, അത് കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ ആനയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനും ചാർജുണ്ട്. സെൽഫി അങ്ങനെയുള്ളതൊക്കെ എടുക്കാം, അതിനൊക്കെ ചെറിയ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാം കേട്ടോ. എല്ലാ ആനയ്ക്കും ഓരോ പാപ്പാന്മാരുണ്ട്, എല്ലാം പിടിയാനകളാട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിയാനകൾ മതം പൊട്ടി വരില്ലല്ലോ എന്നുകൊണ്ടായിരിക്കും. ഇതേ നോക്കിയ ഒരു കുട്ടിയാന, ആഹാ കൊള്ളാം കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്. ആനകളൊക്കെ നമ്മളെ മാടി വിളിക്കുക കേട്ടോ, ഇങ്ങോട്ട് വരൂ ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ട് വരൂ, അതേപോലെ ഫുഡ് തരാൻ വരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആനകൾ നിൽക്കുന്നത്. ഇതെല്ലാം ഏഷ്യൻ എലിഫൻസ് തന്നെയാണ്, കാണുമ്പോൾ ഏഷ്യയിലെ ആനകൾ തന്നെയാണ്. അതേപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെയുള്ള ആനകൾ തന്നെയാണ് കേട്ടോ. പക്ഷേ അവർക്ക് ഇന്ത്യൻ ഭാഷ അറിയില്ല, മലയാളം അറിയില്ല എന്നേ ഉള്ളൂ. ഒരു കൊമ്പനെ പോലും കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അടുത്ത് ഒരു അടിപൊളി കൊമ്പൻ. ആഹാ, അടിപൊളി ലുക്ക്, നല്ല പോസിങ്ങും. നോക്കിയേ, എല്ലാവരും തൊഴുതുന്ന പോലെ ഒരു പോസിങ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു പൈസ കൊടുക്കണം, 100 ബാത്ത് കൊടുക്കണം. നമ്മളെന്തായാലും മറ്റുള്ളവരിൽ നിന്ന് കാണിക്കുന്ന ഫോട്ടോ എല്ലാം എടുത്തിട്ട് വന്നു, നമ്മളെന്തായാലും നിൽക്കുന്നില്ല. പിന്നെ അകത്ത് കയറിയാൽ വേറൊരു കാഴ്ചയും കൂടിയുണ്ട്. അതായത് ചെറിയ ടെമ്പിളുകളുടെ മോഡലും പിന്നെ അതുകൂടാതെ തന്നെ മുൻപ് കണ്ട പോലെ ഹാങ്ങിങ് ചെടികളും കാക്ടസ് ചെടികളും എല്ലാം കൂടി ചേർന്നിട്ട് വേറൊരു ഇതാണ് കേട്ടോ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റിംഗ് ആണ്. ആനകൾക്കായി കൊടുക്കാൻ വെച്ചിരിക്കുന്ന പഴം കണ്ടോ, അത് നമ്മൾ വാങ്ങിച്ച് അത് ആനകൾക്ക് ഫീഡ് ചെയ്യാം. അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറിയിട്ട് പോകുന്ന ആന സഫാരികളുണ്ട്, അതിനും ചെറിയൊരു ചാർജ് ഉണ്ട്. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല, നമുക്കെല്ലാം കാഴ്ചകളും കാണുന്നുണ്ട്. ദേ നോക്കി, അടിപൊളി ഒരു ആന, കൊമ്പ് നോക്കി വളർന്ന് വലുതായി വളഞ്ഞ് പോയിരിക്കുക കേട്ടോ. അതിനെ കാണാനും കുറേ ആൾക്കാരുണ്ട്. നല്ല ഒത്തിണങ്ങിയ ഒരു കൊമ്പൻ. നമ്മുടെ സ്വന്തം വണ്ടികൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നടന്ന് കാണണം, അതല്ലെങ്കിൽ ഇതാ ഈ കാണുന്ന ബസ്സുകളിലേക്കുള്ള സഫാരി ബസ്സുകളുടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ അതിനുള്ള ടിക്കറ്റും ചേർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലിരുന്നുള്ള കാഴ്ചകളെ കാണാൻ പോകുന്നു. കാരണം വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഡീഹൈഡ്രേഷൻ ആകാനുള്ള ചാൻസ് കൂടുതലുള്ള കാരണം നമ്മൾ ബസ്സിൽ സഞ്ചരിക്കാൻ കയറി. അപ്പം നമ്മൾ ഇതാ ഈ ബസ്സിൽ കയറുകയാണേ. അപ്പോൾ കയറാനായിട്ട് കുറേ പേരുണ്ട്, അപ്പോൾ അവർക്കായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇനിയും ആൾക്കാർ കയറാനുള്ളത് കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ. ചെറിയൊരു ബെഞ്ച് പോലത്തെ സീറ്റുകളാണ് ഉള്ളത്. ശരിക്കും ഡീസൽ വണ്ടിയാണ്, അത് ഒരു കുഞ്ഞു മിനി വാനിനെ ആ രൂപത്തിലാക്കിയിരിക്കുക കേട്ടോ. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ഡൈനോസറുകളെല്ലാം മുട്ടയിൽ നിന്ന് വിരിയാൻ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ബസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പതിയെ ഓരോരോ കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നുന്നൂച്ച് വില്ലേജിൻ്റെ കാഴ്ചകളിലോട്ട് സ്വാഗതം. നല്ലൊരു ക്രിയേറ്റിവിറ്റിയുള്ള ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഏതൊരു നിസാര ചെടിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവം കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന വെറും കരിമ്പനകളാണ് ഇവിടെ അടിപൊളിയായിട്ട് ഗാർഡനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാണ്. അതുകൂടാതെ ഈ കാണുന്ന ഈന്തപ്പന പോലെയുള്ള വേറെ പനകളും ഈറൻ പനകൾ പോലെ തന്നെയാണ്, പക്ഷെ അത് ചെറിയൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഡെക്കറേറ്റീവ് പനകളാണ്, കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് തരം വെറൈറ്റീസ് ഉള്ള ചെടികളുടെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്.
നമ്മുടെ വണ്ടി ഇങ്ങനെ ഒരു ഇടത്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കണ്ടോ. ഫസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ മൊത്തം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളും അതുപോലെ തന്നെ ചെടികളും ഓരോ രൂപങ്ങളൊക്കെയാണ്. നല്ല നല്ല വലിയ കളിമൺ ഭരണികളാണ് കേട്ടോ. ബാക്കിലായിട്ട് കളിമൺ കപ്പില്ലേ, ചായ കപ്പ് പോലെയുള്ള ഒരു കപ്പുകളും കൊണ്ട് ഉണ്ടാക്കിയ ആർച്ചും അതുപോലെ തന്നെ ഓരോ രൂപങ്ങളും അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊന്നും തട്ടുകയോ പൊട്ടുകയോ ചെയ്യരുത്, നല്ല ഫൈന് കിട്ടും. അതുകൊണ്ട് സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുക്കണം. അതിൻ്റേതായ സ്ഥലത്ത് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഫോട്ടോ എടുക്കുക. പിന്നെ ഇതിലൊന്നും തൊടാതെ പിടിക്കാതെ ഇരിക്കുക. ഇത് കണ്ടില്ലേ, തത്തമ്മകൾ നിറയെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തായിട്ട് 2-3 ആനകളെ ഇങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിട്ടുണ്ട്. കുട്ടി കുട്ടി ആനകളാണ്. അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർത്തുന്നുണ്ട് കേട്ടോ. കുറേ പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് പോയി നിൽക്കണേ. നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കുന്നില്ല, നമ്മുടെ കയ്യിൽ പൈസ കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ കൊടുക്കാതെ എങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. 2 കുട്ടി ആനകളുണ്ട്. ഇതേ ഒരെണ്ണം നമ്മുടെ അടുത്ത് വരുന്നത്. ഹായ്. കുട്ടിക്കാലം മുതലൊക്കെ ആനയോ JCB ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം ഞാൻ നോക്കി നിൽക്കും കേട്ടോ. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക മലയാളികളും ആനയെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കിപ്പോവും. അതുപോലെ തന്നെ കേട്ടോ, ഇവിടെ എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ആനയെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ചെടികളും മറ്റൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലേക്ക് ആയിരിക്കണം കേട്ടോ ഇത്. എന്തായാലും താഴെ ഇറങ്ങി കൈയിടോ കാലോ ഒന്നും ഇടുന്നില്ല. ചിലപ്പോൾ ചീങ്കണ്ണിയോ വല്ലതൊക്കെ ഉണ്ടെങ്കിലോ. അവിടുന്ന് നേരെ ഇറങ്ങിയതാ ഈ ഇതിനകത്തൂടെ പിന്നെയും ഞാൻ ഇങ്ങനെ നടന്ന് പോവുക കേട്ടോ. ഇങ്ങോട്ടായിട്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വലിയൊരു കളക്ഷനാണ്. കൂടുതലായിട്ടും ഓർക്കിഡ് വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്.
ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലുള്ള കുഞ്ഞു ഊടുവഴികളുണ്ട്. ആ വഴിയിലൂടെ നടക്കാൻ നല്ല രസം കേട്ടോ. സൈഡിലിങ്ങനെ ഫോഗ് പോലെ ഒരു മിശ്രിതം ഇങ്ങനെ പൊങ്ങി വരുന്നതും, അതുപോലെ മേലിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഡ്രിസിൽ ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ടും, ആ പച്ചപ്പിൻ്റെ തഴുകി ഇങ്ങനെ നടക്കാൻ നല്ല കുളിർന്ന, എന്താ പറയുക, ഒരു AC റൂമിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ ഇതിനകത്തൂടെ പോകുമ്പോൾ. നമ്മുടെ ഹിന്ദു പുരാണത്തിലെ പ്രശസ്തമായ ഒരു രംഗമാണ് ഇവിടെ ഇങ്ങനെ ശില്പങ്ങളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാലാഴി കടയുന്ന ഒരു രൂപമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ദേ അങ്ങ് ദൂരെയായിട്ട് കുറേ ദിനോസറുകൾ കണ്ട്. അപ്പം നമ്മൾ ദിനോസർ വാലിയോട് അടുക്കാറായിട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ദിനോസർ വാലി എന്തായാലും പോകണം. അതിന് മുമ്പ് ഇതാ ഇവിടെ കുറേ ഇനിയും ഉണ്ട് കേട്ടോ കാഴ്ചകൾ. അവിടെ എത്തിയിട്ടില്ല. ഓരോ വഴികളിലൂടെയും ചെന്ന് ഈ പാർക്ക് മൊത്തം കറങ്ങാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ട് വന്നപ്പോൾ കുറേയേറെ ഗാർഡൻ ചെടികൾ, ബോൺസായി ചെടികളും അങ്ങനെ കുറേ ചെടികളുടെ ഒരു കളക്ഷനായിരുന്നു ഈ സൈഡ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിച്ച് തുടങ്ങി കാണും ഇത് കണ്ടിട്ട്. എന്തായാലും കുറച്ച് നേരം കൂടി ക്ഷമിക്കണേ, അടിപൊളി കാഴ്ചകൾ വരും കേട്ടോ. കുറച്ച് നേരം കൂടി ക്ഷമിക്കണേ, ഇനിയും കുറച്ചുകൂടി ഗാർഡൻ്റെ കാഴ്ചകൾ കാണുകയാണേ. അപ്പോൾ ഇവിടെയും കുറേ കാക്ടസും അതുപോലെ തന്നെ വേറെ കുറേ തരം ചെടികൾ കേട്ടോ. നമ്മൾ ഇന്നേ വരെ കാണാത്തതും കണ്ടതുമായ ഒരുപാട് തരം ചെടികളുടെ ഒരു കളക്ഷനാണ്. ഒരു നഴ്സറി പോലെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ ദിനോസർ വാലിയിലോട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ദിനോസർ വാലിയാണ്. അപ്പോൾ സൈഡിലായിട്ട് കുറേ ദിനോസറുകളുടെ ശില്പങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പല ടൈപ്പുകൾ, അതിൻ്റെ പേരുകൾ വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ഒന്നും കൂടി കാണിക്കുകയെ. അങ്ങനെ നമ്മൾ ഡൈനോസർ വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഡൈനോസർ വാലിയുടെ കാഴ്ചകളൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഓരോരോ ഡൈനോസറുകൾ. നമ്മൾ ഇന്നേ വരെ കാണാത്ത ജുറാസിക് പാർക്ക് സിനിമയൊക്കെ കാണണം, ഇങ്ങനെയുള്ള കാണണം. എന്നാലും ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇത് ഈ പനയൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. ഈറമ്പന പോലെ, ഈന്തപ്പന പോലെ എന്തോ ഒരു പനകളാണ്. പിന്നെ അതുകൂടാതെ അപ്പുറത്ത് കരിമ്പനകളും ഉണ്ട്. അപ്പോൾ എല്ലാം കാണാൻ നല്ല ഭംഗി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. കുറേയേറെ ചെറുതും വലുതുമായ പനകൾ, അത് ഒരു പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ അതിനിടയ്ക്കായിട്ട് കുറേ ശില്പങ്ങളും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ജുറാസിക് വേൾഡിലോട്ട് പോയ പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അതെന്തായാലും അതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഇമ്പ്രസ്ഡ് ആയിട്ട് അടിപൊളി, കൊടുത്ത കാശിന് മൂല്യമുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായും എല്ലാവരും തായ്ലാൻഡ് വന്ന ഈ ഒരു സ്ഥലം കാണണേ. പാലക്കാട്ടിൻ്റെ അതേ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ തായ്ലാൻഡിലുള്ള കേട്ടോ. അത്യാവശ്യം ചൂടാണ്, പക്ഷെ മരത്തണലിലിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നല്ല ടയേർഡാകുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? എന്തായാലും തായ്ലാൻഡ് വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ഇത്. മറക്കാതെ വിസിറ്റ് ചെയ്യുക ന്യൂ നോച്ച് വില്ലേജ്. ഇതേ അരിപ്രാവ് പോലത്തെ ഒരു പ്രാവ് കേട്ടോ. അരിപ്രാവിനെക്കാളും അതേ ഷേപ്പോ എല്ലാം അത് തന്നെയാണ്, കളറൊക്കെ, പക്ഷെ ചെറുതാണ് കേട്ടോ, ഭയങ്കര ചെറുത്. ഓരോ പ്രതിമകളിലും ഒരു പെർഫെക്ഷൻ നോക്കി എന്ത് കറക്റ്റായിട്ട് ഡിറ്റോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ
അതിന് സൗണ്ട് എഫക്റ്റ് നൽകാനായിട്ട് കുറേ സ്പീക്കറുകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ പ്രതിമകൾക്ക് ഇടയിലായിട്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കണമെങ്കിൽ കുറേ ഉറുമ്പും കൂട്ടങ്ങൾ, ഇതേ എത്ര വലിയ ഉറുമ്പും കൂട്ടങ്ങൾ, അതും കളർഫുള്ളായ ഉറുമ്പുകൾ. ഇതാ ഈ സൈഡിലോട്ട് വന്ന കുറേയേറെ ചെറിയ പക്ഷികളുടെയും കങ്കാരുകളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു രൂപങ്ങൾ. കുഞ്ഞത് മാത്രമല്ല കേട്ടോ, വലുതും ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, ഒരു കങ്കാരുക്കൂട്ടം അവിടെ നിൽക്കുന്നത് പോലെ. പിന്നെ മാന് അതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. ശരിക്കും ജീവനുള്ള ശില്പങ്ങളാണ് ഓരോന്നും കേട്ടോ. പണ്ട് ടി വിയിലൊരു കാർട്ടൂൺ പരമ്പര ഉണ്ടായിരുന്നേ, ഡെൻവർ ദ ലാസ്റ്റ് ഡൈനോസർ എന്ന്. അതുപോലെ തന്നെ ജൊറാസിക് പാർക്ക് മൂവിയും. ഇവ രണ്ടും കണ്ടപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ച പണ്ടത്തെ കാലത്തിലോട്ടൊന്ന് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ദിനോസർ കാലഘട്ടത്തേക്ക് ഒന്ന് പോയിരുന്നെങ്കിൽ എന്നൊക്കെ ഒന്ന് വിചാരിച്ച. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിനുള്ള എഫക്റ്റ് കിട്ടിയിട്ടോ. എന്തായാലും അതിലൂടെ ഒന്ന് നടന്ന് കാണുന്ന ഒരു ഇഫക്റ്റാണ് എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്ത്. എന്തായാലും അടിപൊളി. തീർച്ചയായും ഞാൻ വെറുതെ പറയണേ, നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് നേരത്തേക്ക് നമ്മളെ ഏതോ അത്ഭുത ലോകത്തിലോട്ട് കൊണ്ടുപോയി, പണ്ടെങ്ങോ മൺമറഞ്ഞു പോയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇവിടെ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു കാലത്തും തായ്ലാൻഡ് എന്ന് പറഞ്ഞ് ഓർക്കുമ്പോൾ ഈ ഒരു ജൊറാസിക് വേൾഡ് തന്നെയാണ് എനിക്ക് ഓർമ്മ വരിക. നൊന്നോച്ച് വില്ലേജിലെ അടിപൊളി കാഴ്ചകളായിരുന്നു ഇത്രയും നേരം എനിക്ക് കാണാൻ പറ്റിയത്. ഇനി ഇവിടുന്ന് പതുക്കെ ഇറങ്ങേണ്ട സമയമായിട്ടോ. അങ്ങനെ ഡൈനോസർ വാലിയിലെ കാഴ്ചകളെല്ലാം കണ്ട് വന്ന് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണേ.อันนี้เหรียญ20ก็เหรียญ10อันนี้เหรียญ10 2เหรียญอ๋อตัวเหรียญ10 2เหรียญอันนี้ ครับ แกเอาเหรียญ5 ทีเดียว แกมุ้น ได้ไหมลูกเราไม่รู้หรอกเด็กไม่รู้ได้ไหมถึงเหรียญ20สวยมากเลย വാ ആ കുട്ടിയുടെ സന്തോഷം കണ്ടോ, എന്താല്ലേ അടിപൊളി. ഈ ഫാനുകൾ ഫുൾ സ്പീഡിലിട്ടാൽ ഞാനത് പറന്നു പോകുന്നതാണ് തോന്നുന്നത്. വലിയ വലിയ ഫാനാട്ടോ, സൈഡിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. കുറേ നൂഡിൽസ് വെറൈറ്റീസും പിന്നെ കുറേ റൈസും ഉണ്ട്, പിന്നെ സൂപ്പ്, ഫ്രൂട്ട്സ്. മെയിനായിട്ട് നമ്മൾ ഇങ്ങനത്തെയൊക്കെയാണ് കഴിക്കുന്നത്. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫുഡ്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ മീൽസും കിട്ടും, പക്ഷേ ദാൽ കറി ഒരിക്കലും എടുക്കരുത്, ഞാൻ കഴിച്ചിട്ട് പെട്ടുപോയിരിക്കുകയാണ്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഡെസേർട്ടും ഫ്രൂട്ട് സാലഡും എല്ലാം അടിപൊളി. സ്വീറ്റ്സ് ആണെങ്കിൽ അതും പറയാനില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ആ ദാൽ കറിയുടെ എഫക്റ്റ് ഇവിടെ എന്നെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നൊന്നോച്ച് ഗാർഡനിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ദെൻ, ബൈ ബൈ.